ബംഗാൾ സർക്കാർ ചട്ടലംഘനം നടത്തിയെന്നുള്ള വാർത്തകൾ വരുന്നു. കാരണം ഐപാക് അവർ റെയ്ഡ് കേസിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ FIR ഇട്ടത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അത് സത്യത്തിൽ മമതാ ബാനർജിക്ക് നേരെ തന്നെ സുപ്രീം കോടതി ആഞ്ഞടിക്കുന്നത് പോലെയല്ലേ? തീർച്ചയായിട്ടും. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നിയമാവലി അനുസരിച്ച് അവർക്ക് എവിടെ വേണമെങ്കിലും റെയ്ഡ് ചെയ്യാം. കയറിയിട്ട് റെയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പരിശോധിക്കുക എന്ന അർത്ഥമുള്ളൂ. അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ വീടായാലും പ്രധാനമന്ത്രിയുടെ വീടായാലും രാഷ്ട്രപതിയുടെ വീടായാലും അവർക്ക് അവിടെ കയറി പരിശോധന നടത്താം. ഞാൻ ഇത് സംബന്ധിച്ച് ഒരിക്കൽ നമ്മുടെ മുൻ DGP ജേക്കബ് തോമസ് സാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയണത് അന്ന് എന്ത് പശ്ചാത്തലത്തിലാണ് സംസാരിച്ചതെന്ന് വെച്ചാൽ മലബാറിൽ ഒരു ഇസ്ലാമിക് തീവ്രവാദി സംഘടനകളുടെ ആൾക്കാരുടെ വീട് റെയ്ഡ് ചെയ്തു ED, PFIയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് PFI ആക്ടിവിസ്റ്റുകൾ ആ കെട്ടിടമൊക്കെ വളയുകയൊക്കെ ചെയ്തു. അവസാനം CRPF പോലീസ് ഫോഴ്സ് CRPF ഭടന്മാർ വന്നിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക ചെയ്ത് EDക്കാർക്ക്. അവർ പോലീസുകാരെല്ലാവരും ഒന്നാമത്തെ, അവർക്ക് പോലീസുമായിട്ട് യാതൊരു ബന്ധമില്ല. എല്ലാവരും ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് അതിനനുസരിച്ചിട്ട് അധികാരവും കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് റെയ്ഡ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ വരികയാണെങ്കിൽ അതല്ലെങ്കിൽ അങ്ങയുടെ വീട് റെയ്ഡ് ചെയ്യാൻ വരുന്നത് അത് നമുക്ക് ഒരു മോശമായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തോ സംശയമുണ്ട്, അവർ വന്ന് പരിശോധിക്കണം. അത് സംശയം അവർ റെയ്ഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോവും. അവർ പിന്നെ ഒരു കാര്യമുണ്ട്, അവർ വ്യക്തമായിട്ട് തെളിവുകളില്ലാതെ ഒരു സ്ഥലത്തും റെയ്ഡ് നടക്കില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് നടത്തിയിട്ടുണ്ട്, ഇല്ലല്ലോ ഓഫീസിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്, ഇല്ലല്ലോ വേറെ പലരുടെയും വീട്ടിൽ ഒക്കെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ സെന്തിൽ ബാലാജിയുടെ വീട് റെയ്ഡ് നടത്തിയിട്ടുണ്ട് മന്ത്രി. വേറെ 2-3 പേരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പിടിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഈ ഐപാക്കിൻ്റെ ഓഫീസിൽ കയറി അവർ റെയ്ഡ് ചെയ്തപ്പോൾ നമ്മളുടെ മുഖ്യമന്ത്രി മമതാ ബാനർജി അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയത് വളരെ തെറ്റാണ്. അവരുടെ പദവിക്ക് യോജിക്കാത്ത പ്രവൃത്തിയാണ് അവർ ചെയ്തത്. എന്താ ചെയ്യുക? അവർ മാക്സിമം ചെയ്യുന്ന എന്താ, അവരോട് ചില ഫയലുകൾ എടുത്തുകൊണ്ട് പോകും. അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഇതിനകത്തൊന്നും അല്ല എന്താ പറയണത്, ഞങ്ങളുടെ താല്പര്യം. മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കണ്ട, 70,000 കോടി രൂപയുടെ മണി ലോണ്ടറിങ് ആണ്. എന്താ അവരുടെ ചിട്ടി കമ്പനിയുടെ പേര് ശാരദ ചിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അന്വേഷണത്തിലായിരിക്കും ഇവർ ചെന്നിട്ടുണ്ടാവുക. അവർക്ക് തെളിവ് കിട്ടുന്നതിനനുസരിച്ചിട്ട് അവർ പോയി റെയ്ഡ് ചെയ്യും. അതിന് ഇവർ ഈ ബഹളം ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. മമതയ്ക്ക് ശരിക്കും അത്തരത്തിലൊരു പൊള്ളലേൽക്കുന്നുണ്ട് ED വരുമ്പോൾ എന്നുണ്ടെങ്കിൽ മമതയ്ക്കും അതിൽ പങ്കുണ്ട് എന്നുകൂടി പരസ്യമായിട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നില്ലേ? അവർ ഈ കാണിച്ചത് ശുദ്ധ മണ്ടത്തരാ. അവിടെ പോയി ഫയൽ തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോയി. അവർക്ക് വേണ്ടാത്ത ഫയലായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന്. അവർ പറഞ്ഞ് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അവർ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ട ഫയലൊന്നും ഞങ്ങളൊരു ഫയലും പിടിച്ചെടുത്തിട്ടില്ല അവിടെ നിന്ന്. അവരെടുത്തുകൊണ്ട് പോയത് അവരുടെ ഇലക്ഷൻ തന്ത്രത്തിൻ്റെ. അതൊന്നും വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, ഞങ്ങൾ അതിന് വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്. ഈ ഇലക്ഷൻ തന്ത്രത്തിൻ്റെയൊക്കെ വല്ല ഇത് പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണോ മാർഗമില്ലാത്ത ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട്, അതുപോലെ വേറെ എത്രയോ ഏജൻസി ഉണ്ട്. അവർ വഴി അവർക്ക് പൊക്കാൻ പറ്റും, അവർക്ക് എന്ത് രേഖകളുണ്ടെങ്കിലും. അപ്പോൾ ഇത് ഇവരുടെ ഈ പ്രകടനം, ഈ ഐപാക് ഓഫീസിൽ കാണിച്ച പ്രകടനവും അതുപോലെ കോടതിയിൽ അവർ ബഹളം വിളിച്ചതൊക്കെ ശുദ്ധ തെറ്റാ. അത് മാത്രമല്ല, EDയുടെ കാറിനെ ഇവർ ഷാഡോ ചെയ്യുകയാണ്. വായിച്ചില്ലേ അത്? ED ഐപാക്കിൻ്റെ ഓഫീസിൽ പോയപ്പോഴും എവിടെ പോയപ്പോഴും ഒക്കെ ഇവരുടെ ഔദ്യോഗിക വാഹനത്തിൽ ഇവർ അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ശുദ്ധ തെറ്റല്ലേ? എന്തോ അവനവൻ്റെ നമ്മുടെ മുഖ്യമന്ത്രി ഭാഷയിൽ പറഞ്ഞാൽ മടിയിൽ കനമുള്ളവരാണല്ലോ പേടിക്കുന്ന മുഴുവനും. അപ്പോൾ അത് എന്താ പറയുക, അവർ ചെയ്തത് തെറ്റാണ്. പിന്നെ അവർക്ക് വേണ്ടി ഹാജരാവുന്ന ആൾക്കാരുടെ ഒതൻറ്റിസിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ കപിൽ സിബാൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. കപിൽ സിബാൽ ഇവിടെ പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയിൽ ഹാജരായി അയാളവിടെ വാദിച്ചു കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോട് വന്ന് ഇഫ്താർ വിരുന്നിന് എന്നിട്ട് അന്ന് അയാൾ പറഞ്ഞാണ്, ഈ CAA കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് വിത്തിൻ ഇറ്റ്സ് റൈറ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരമുണ്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനായിട്ട്, അത് കോടതിയിലൊന്നും ചോദ്യം ചെയ്താൽ നിലനിൽക്കുക. അയാൾ അവിടെ വെച്ച് പറഞ്ഞ അയാൾക്ക് ഒരു അപ്പിയറൻസിന് എത്രയോ ലക്ഷം രൂപയാണ് കിട്ടണേ, 50 ലക്ഷം 75 ലക്ഷം രൂപ. ആ പാവങ്ങളുടെ പൈസ മുഴുവൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ അത്. പിന്നെ ഇവർക്ക് എന്താ പറയണേ,
ഇലക്ഷൻ വരാൻ പോണു. ഈ ബംഗാളിൽ നല്ലൊരു ശതമാനം ബംഗ്ലാദേശി പൗരന്മാരാണുള്ളത്. അവരെ അതുകൊണ്ടാണല്ലോ അവിടുന്ന് SIR നടപ്പാക്കുമ്പോൾ മമതയ്ക്ക് ഇത്രയും പ്രശ്നമാകുന്നത്. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞൊരു വാർത്തയിൽ എന്താണ് ഒരു അതായത് SSLC എക്സാമിന് ഹാജരാകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹോൾ ടിക്കറ്റ് ഉണ്ടല്ലോ, അത് ഒരു രേഖയാക്കി മാറ്റിയിട്ട് അങ്ങനെയുള്ളവരെ കൂടി SIR പരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ്. ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെരുമ്പാവൂർ, എൻ്റെ വീട് പെരുമ്പാവൂരിൻ്റെ ബോർഡറിൽ താമസിക്കുന്നത് മുഴുവൻ ബംഗ്ലാദേശുകാരാണ്. ഇവർക്ക് മുഴുവൻ ആധാർ കാർഡുണ്ട്, ഇവർക്ക് അതെ. മുഴുവൻ റേഷൻ കാർഡുണ്ട്, ഇവർക്ക് മുഴുവൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. എല്ലാം കിട്ടിയത് ബംഗാൾ സർക്കാരിൽ നിന്നാണ്. അപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം ഞങ്ങളൊക്കെ ബംഗാളിലെ മൂർഷിദാബാദ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ മൂർഷിദാബാദിൽ നിന്നുള്ളവരാണെന്നാണ് പറഞ്ഞത്. ഇതല്ലാണ്ട് വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ. പെരുമ്പാവൂർ മാത്രം 2 ലക്ഷം പേരുണ്ടെന്നാണ് കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ്. എല്ലായിടത്തും തമിഴ്നാട്ടിൽ, ബാംഗ്ലൂരിൽ, ബോംബെയിൽ എല്ലായിടത്തും ഇവർ ചെന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് മുഴുവൻ 500 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആധാർ കാർഡ് കിട്ടും അവർക്ക്. അതിന് എന്തുമാത്രം ഒത്തൻറ്റിസിറ്റി ഉണ്ട്. നമ്മുടെ മുൻ ഉപപ്രധാനമന്ത്രി LK അദ്വാനി പറഞ്ഞത് ഇതല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആധാർ കാർഡിനേക്കായി ഉപരി വി ഷുഡ് ഹാവ് എ നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ്. ഒരു നമ്പർ തന്നിട്ടുണ്ടാകും നമുക്ക്. ആ നമ്പർ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചിട്ടുള്ള സകല വിവരവും കിട്ടും. അപ്പോൾ ഇവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് ഡിലീറ്റ് ചെയ്തു എന്ന് പറയണതൊക്കെ നല്ല എന്താ പറയണ നല്ല കാര്യകാരണ സഹിതമാണ് അതിനെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരല്ല അത് ചെയ്തിരിക്കുന്നത്, സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ എന്താ പറയണേ ഇത് SIR മറ്റേ എസ്റ്റിമേഷൻ വേണ്ടിയിട്ട് പോണത് മുഴുവനും. അതിൻ്റെ ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും പോകും. ഇപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നപ്പോൾ മാർക്സിസ്റ്റുകാരും ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരും ഉണ്ടായിരുന്നു, BJPക്കാരുണ്ടായിരുന്നു, ഇവൻ മുസ്ലിം ലീഗ് വരെ ഉണ്ടായിരുന്നു. നമ്മൾ പേരെങ്ങാനും കുത്തിച്ചേർക്കണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പം ഇവർ പേടിക്കുന്ന മുഴുവനും ഇവരുടെ ഈ കള്ളത്തരം വെളിച്ചത്തിൽ കൊണ്ടുവരുമോ എന്നുള്ളതാണ്. ദാറ്റ് ലേഡി ഈസ് നോട്ട് ഓണസ്റ്റ്. സത്യസന്ധത തീരെയില്ലാത്ത സ്ത്രീ. അവരുടെ കൂടെ നടക്കുന്ന ആളെ കണ്ടില്ലേ, ഒരു PV അൻവർ എന്നൊക്കെ പറഞ്ഞ ആളാണ് അവരുടെ കൂടെ നടക്കണം. അതിനെന്തിനാ അത്രയും കലാപം ഉണ്ടാക്കിയെന്ന് അറിയില്ലേ? മലപ്പുറത്ത് മറ്റേ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് മുസ്ലിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അയാൾക്ക് വിജയനോട് ഇത്ര ദേഷ്യം വന്നത്. എന്തുകൊണ്ട്? കാരണം അവർക്ക് സ്വർണ്ണക്കള്ളക്കടത്തിൽ മറ്റേ എന്താ പറയുന്ന തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. ഈ മമതയുടെ കാര്യം പറയുമ്പോൾ മമത ഇതിനു മുമ്പും ഇത്തരത്തിലെന്തോ ഒരു റെയ്ഡ് വന്ന സമയത്ത് മമത ഇതേ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മമതയ്ക്ക് ആവശ്യമുള്ളവർക്ക് നേരെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഇത്തരത്തിൽ ലക്കും ലഗാനും ഇല്ലാതെ ഒരു മുഖ്യമന്ത്രിയാണ് അത് പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെ ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും എന്താ പറയാ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ആ രീതിയിൽ ചെന്നിട്ട് വലിയ രീതിയിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് പലപ്പോഴും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. യു നോ സംതിങ്, ബോംബെനേക്കായും അഹമ്മദാബാദിനേക്കായും ഡൽഹിനേക്കായും ഒക്കെ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായിരുന്നു ബംഗാൾ. കൽക്കട്ടയിലായിരുന്നു ബിർളയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. എത്രമാത്രം വ്യവസായ ഗ്രൂപ്പുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കത്തയിലായിരുന്നു. ഏറ്റവും അവസാനം നമ്മൾ കണ്ടു ടാറ്റ ഗ്രൂപ്പിൻ്റെ നാനോ കാർ നിർമ്മാണശാല അവിടെയായിരുന്നു. സഹി കെട്ടിട്ടാണ് രത്തൻ ടാറ്റ അവിടെ നിന്ന് പോകുന്നത്. രത്തൻ ടാറ്റയെ പോലുള്ള ഒരു മനുഷ്യനെ വെറുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലിരിപ്പ് എന്ത് മോശമായിരിക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. എത്ര പേർക്ക് ജോലി കിട്ടുമായിരുന്നു എന്ന് പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ജോലിയും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. വേറെ ഒരു സംഭവം ഉണ്ടായി, കുറേ വനിതകളെ ബലാത്സംഗം ചെയ്തൊരു അത് ആ കേസൊക്കെ തേച്ച് മാച്ച് കളഞ്ഞില്ലേ? അതിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവർ തയ്യാറായിട്ടില്ലല്ലോ. പോലും അതിന് അനുകൂലമായ രീതിയിൽ ഒരു നടപടി എടുക്കാൻ അവർ മുതിർന്നില്ല എന്നുള്ളത്. അത് ഈ നമ്മൾ പറയില്ലേ ഹൊറിബിൾ ക്യാരക്ടർ എന്ന് പറയും മലയാളത്തിൽ. ഇവർക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. അവർ ഈ ലോകത്തൊന്നും അല്ല ജീവിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ഇന്ത്യയുടെ ഭാഗമല്ല, ബംഗാൾ ഒരു പ്രത്യേക രാഷ്ട്രമാണെന്നാണ് അവർ പറയണത് മുഴുവനും. തമിഴ്നാട്ടിൽ ഇപ്പോൾ സ്റ്റാലിൻ പറയണല്ലേ, ഞങ്ങൾ ദ്രാവിഡ നാടിൻ്റെ ആൾക്കാരാണ്. പ്രധാനമന്ത്രിയാണെങ്കിലും കേന്ദ്രത്തിലുള്ള ഗവൺമെൻറ് ഈ ബംഗാളിനോട് വളരെയധികം പ്രതിപത്തിയും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവരതൊന്നും സമ്മതിക്കില്ല. ഇപ്പം ഇവരുടെ ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം.
നമ്മുടെ സിനിമ നടൻ അക്ഷയ് കുമാർ അല്ലേ, ഹിന്ദി സിനിമ നടൻ, അയാള് പ്രധാനമന്ത്രിനെ ഇന്റർവ്യൂ ചെയ്തു 2022 19 അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രധാനമന്ത്രി ഈ മമതാ ബാനർജിയായിട്ട് പ്രശ്നം എന്താ, എന്ന് ഏറ്റുമുട്ടണ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങനെ യാതൊരു ഏറ്റുമുട്ടലും ഇല്ല, നിങ്ങൾ പത്രക്കാർ പറഞ്ഞുണ്ടാക്കുന്ന ഇതാണത്. അവരെന്നോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറിയിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ അവർ കൽക്കത്തയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് സ്വീറ്റ്സ് കൊണ്ടുതരും, ഇഷ്ടംപോലെ ജിലേബി എല്ലാം കൊണ്ടുതരും, ദെൻ അതുപോലെ എനിക്ക് കുർത്തയെല്ലാം മേടിച്ചുകൊണ്ട് തരാറുണ്ടെന്ന് പറഞ്ഞു. ഇത് തന്നെ അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ, അയാൾക്ക് ഞാൻ ഇനി അടുത്ത തവണ പോകുമ്പോൾ ജിലേബിക്കത്ത് കുറെ കരിങ്കല്ലും കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നു. അങ്ങനെയാണോ പറയേണ്ടത്? സൈക്കിക് ക്യാരക്ടറാണ്. അതെ, അവർ സൈക്യാട്രിക് കേസാണ് അവർ. ഒന്നാമത്തെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കുടുംബ ബന്ധമൊന്നുമില്ലല്ലോ. അച്ഛനമ്മയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, 10-70 വയസ്സായി. ഓ നോ, ഉരുക്കു വനിത എന്ന് പറയുന്നത് നമ്മൾ ആരെയൊക്കെ പറയേണ്ടതെന്ന് അറിയാമോ? ലോകത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ വായിച്ചറിഞ്ഞിട്ടില്ല 2 ഉരുക്കു വനിതകളേ ഉള്ളൂ. ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയർ ആയിരുന്നു, പിന്നെ വേറൊന്ന് മാർഗരറ്റ് താച്ചർ, പിന്നെ ടു സർട്ടൻ എക്സ്റ്റെൻറ്റ് ശ്രീലങ്കയിലെ എന്താ പറയുന്നത് പ്രസിഡൻ്റ് ആയിരുന്നു ചന്ദ്രിക കുമാരതുംഗെ, പിന്നെ അതിൻ്റെ വേറെ ഒരു പരിപാടിയുള്ള വേറെ ഒരാളെ കൂടി കൂട്ടാവുന്ന ജയലളിത തന്നെയാണ്. ദേ ആർ ഈവൻ ഇന്ദിരാഗാന്ധി, ഷീസ് അവർ എന്താണ് ഒരു മിണ്ടാത്ത പാവാന്നാണ് അവരെ കാമരാജ് വരെ വിളിച്ചിരുന്നവർ. ഇപ്പോൾ ഇവര് ഈ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ എന്താ പറയണ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ഈ പരിപാടി നിർത്തിയിട്ടും അവിടെ ജയ് ശ്രീറാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം പോലീസ് കേസെടുക്കും നമ്മുടെ പേരിൽ. സാർ, തിരിച്ച് ഇതിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഈ ഐപാക് കേസിൽ മമത ഇത്രത്തോളം വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, അതിൽ മമതയ്ക്ക് തട്ടുകേട് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഉണ്ടായിക്കൂടെ? എന്തോ കള്ളത്തരം ഉണ്ടെന്നുള്ളൊരു വ്യക്തമല്ല, പകൽ പോലെ വ്യക്തമല്ല. അല്ലെങ്കിൽ അവരവിടെ പോണ എന്തിനാണ്? ആ ഫയൽ തെറ്റിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോണ എന്തിനാണ്? അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം മോഷ്ടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇഡിക്ക് യാതൊരു താല്പര്യമില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അവരുടെ വളരെ ഏറ്റവും സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥന്മാരെയാണ് അവർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വയ്ക്കുക. അവരൊക്കെ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥന്മാരാണ്. പ്രൂവൺ കാലിബർ, പ്രൂവൺ ക്രെഡിബിലിറ്റി, സത്യസന്ധത ഉണ്ടെന്ന് തെളിയുന്ന ആൾക്കാരെ മാത്രമേ അവർ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വയ്ക്കുള്ളൂ. വരും അങ്ങനെയുള്ള അവരുടെ പെരുമാറ്റത്തെയും അവരുടെ നടപടികളെയും ചോദ്യം ചെയ്യാനായിട്ട് ഇന്ത്യയിൽ വേറെ ഒരു മുഖ്യമന്ത്രിക്കും ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് എന്നാണ് ഞാൻ വാർത്തയെന്ന് മനസ്സിലാക്കിയത്. ടെലിവിഷൻ അവരിപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഒരു പേപ്പറിലൊരു ഫോട്ടോ കൊണ്ട് ടി വിയിലും കണ്ടു, എത്ര ലക്ഷം ആൾക്കാരെ വിളിച്ചിട്ട് അവർ റാലി നടത്തണേ. ഇത് മുഴുവനും ബംഗ്ലാദേശുകാരാണ്. ഇവിടെ ഈ ബംഗ്ലാദേശ് പൗരന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക കൽക്കത്തയിലെ ജനം. അവർ വളരെ മൈനോറിറ്റി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇവർ എത്ര പേരെ ഇവിടെ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് കൽക്കത്ത ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാരെ കൊണ്ടൊന്ന് കുത്തി നിറയ്ക്കുക. ഇവിടെ ഒരു ചെറിയ സംശയം കൂടി ചോദിച്ചിട്ട് നമുക്കിത് നിർത്താം. അതായത് ഇഡിക്കെതിരെ ഇത്തരത്തിൽ പിടിച്ചു പറിച്ച് വാങ്ങുക ഫയലുകൾ, ഇത്തരത്തിലുള്ള ശരിയായ രീതിയിലല്ലാത്ത നടപടിയൊക്കെ ചെയ്ത മമതയ്ക്കെതിരെ ഇഡിക്ക് ഏതെങ്കിലും എന്താ പറയുക കേസ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും കഴിയും? ഇഡി കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ജോലിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ശിക്ഷ? 7 വർഷം 8 വർഷം, ഇവൻ ഇറ്റ് മേ ഗോ അപ് ടു 12 വർഷത്തെ ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർ ഇഡി കേസ് കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ.